ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കുറഞ്ഞ ചിലവിൽ ഒരു പ്രാവും കൂട് എങ്ങനെ തട്ടിക്കൂട്ടാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാധാരണ ഒരു ജോഡി പ്രാവിന് ഇടാൻ പറ്റിയ കൂടിന് പെറ്റ് ഷോപ്പിലൊക്കെ 100 90 വാങ്ങുന്നത്. അപ്പോൾ ആ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഉറയോ 5 ഉറയോ അതിൽ കൂടുതൽ കൂട് നമുക്ക് പണിയാൻ സാധിക്കും. നമ്മൾ സ്ലാട്ടും മുള്ളാണിയും വെച്ചിട്ടാണ് പ്രാവും കൂട് അടിക്കാൻ പോകുന്നത്. നമ്മൾ അത്യാവശ്യം ഒരു 3 അറ കൂടടിക്കാനുള്ള സ്ലാട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ 50 രൂപ കൊടുത്തെങ്കിലും നമ്മൾ ഒരു ചാക്ക് നിറയെ ഒന്നും സ്ലാട്ട് നമ്മൾ കുത്തി നിറച്ച് പോകുന്നില്ല. നമ്മൾ അത്യാവശ്യം ഉള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മുള്ളാണിയും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു 100 രൂപ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കൂടടിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും കുത്തിച്ചാരി മൊത്തം അടിച്ചു വരുമ്പോഴേ വെച്ച് അടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സാണ്, അപ്പോൾ അവർക്ക് ഇന്ന് ഓഫാണ്. അപ്പോൾ ഓഫായതുകൊണ്ട് ഞാനിന്ന് ലീവ് എടുത്തു. അപ്പോൾ ഇന്ന് വെറുതെ നിൽക്കേണ്ട, പ്രാവും കൂടെ അടിക്കുകയാണെങ്കിൽ 90s കിഡ്സിന് ഈ പ്രാവും കൂടെ അടിക്കുന്നതൊന്നും വലിയ കാര്യമല്ല, ചെറിയ കാര്യമാണ്. കാരണം നമ്മൾ മുമ്പ് ഒരുപാട് പ്രാവും കൂടൊക്കെ അടിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ലിനുവും വിഷ്ണുവാണ്. അവർ രണ്ടുപേരും ആണ് പറഞ്ഞത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങണ്ട, ഒരു ജോഡി പ്രാവിന് ഇടാൻ വേണ്ടിയിട്ടൊന്നും 90 രൂപ കൊടുത്തൊന്നും കൂട് വാങ്ങണ്ട, നമുക്ക് അടിക്കാമെന്ന് അവർ ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ്. ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്നാണ് നമ്മുടെ സുഹൃത്ത് പറയുന്നത്. റെഡിമെയ്ഡ് വാങ്ങുന്ന സാധനത്തിന് നമുക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം സ്ട്രോങ് ആയിട്ടൊരു കൂടടിക്കണമെങ്കിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഷെർലോക്ക് 360 വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഇതാണ് സംഭവം. നമ്മൾ മുള്ളാണി ഉപയോഗിച്ചാണ് കൂടടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആശാരിമാരുടെ ടച്ച് ഈ വർക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പാർട്സ് ആയിട്ട് അതിന്റെ ഓരോരോ ഭാഗങ്ങളും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൈഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ 2 ഉറ കൂടാണ് ഞാന്. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ പ്രാവും കൂടെ അടിച്ച് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇതിന് ശേഷം നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കും. ആ സ്ഥലത്തിന്റെ പേരെന്തോറ? തെമ്മാടിക്കൂട്ടം എന്ന് പറയുന്ന വയലിലോട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് മീനെയൊക്കെ പിടിച്ച് വൈകിട്ടൊരു ഫുഡ് ബ്ലോഗ് കൂടി ചെയ്യാൻ പ്ലാനുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ പ്രാവിൻകൂടിൻ്റെ ഒരു 75% പണിയും ഇപ്പതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഉടനെ കഴിയുന്നതായിരിക്കും. ആശാരിമാരാ പണിയുന്നതെന്നൂടെ മെൻഷൻ ചെയ്തേരാ. അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ആശാരിമാരാണ് ഇത് പണിയുന്നത്. അതുപോലെ മൂത്താശാരി ഒരുപാട് മൂത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം അടിച്ച് തീർന്നതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി വയലിൽ പോയി ചൂണ്ടയിടുക എന്നുള്ളതാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സെൽഫി സ്റ്റിക്ക് തന്ന് നമ്മളെ സഹായിച്ചത് ലിനു ആണ്. ആശാരി മേശിരി ലിനു, പ്രൊഫഷണൽ. ഈ വർക്ക് തീർന്നിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 2 ഉറ കൂടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം സ്പേസ് അതല്ല, ഇത് തിരിച്ചിട്ടിട്ട് ഇനി ഇതിന്റെ ചെവിടും കൂടെ അടിച്ചു കൊള്ളിക്കണം. ഇതല്ല ഇല്ല, ഞാൻ ഈ സൈഡ് അടിച്ചു കൊള്ളിച്ചല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് അടിക്കണം. എന്നാലേ അത് സ്ട്രോങ് ആവത്തുള്ളൂ. അതന്നെ, അതെല്ലാം മടക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചു കൊള്ളിക്കണം. ഇങ്ങനെ ഇപ്പൊ അടിച്ചില്ലേ, അതിനകത്ത് 5 എണ്ണം എടുത്ത് 10 എണ്ണം എടുത്തിടുക. ഞാൻ പറഞ്ഞിട്ടെ, അതിനകത്ത് 10 എണ്ണം എടുത്തിടുക. എന്നിട്ട് അതിന് 2 എണ്ണത്തിന് 2 സ്ലാട്ട് സെന്ററിൽ നിന്ന് എടുത്താൽ സൈഡിൽ കൂടി ഇങ്ങനെ. അല്ല, സൈഡിൽ കൂടെ അല്ല, സെന്ററിൽ നിന്ന് 2 എണ്ണം ഇടുക. അന്നേരം നമുക്ക് ഇങ്ങനെ. നീ ഡോർ എന്ന് ഉദ്ദേശിക്കുന്നത് സൈഡിൽ കിട്ടുന്ന അതോ മേളിൽ കിട്ടണം? മേളിൽ കൂടി ഇങ്ങനെ ഇടുന്നത്. അത് മതി. മേളിൽ കൂടിയ സൈഡിൽ കൂടെ ഇടാം. പക്ഷേ ഇതിപ്പോ ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം, ഇങ്ങനെ തിരിച്ചു വേണമെങ്കിലും ഇടാം. കാര്യമേ നമുക്ക് മേളിൽ ഇടുമ്പോഴേ, ഇപ്പം നീ മേളിൽ കൂടെ ഇടുമ്പം ഒരു പലകോളം ഇച്ചിരി ഇറക്കി ഇടാം. ഇവിടെ ഇറക്കിയിട്ടങ്ങ് അടിക്കാം. ഇത് തിരിച്ചു വരണം, ഇങ്ങനെ പോകണം. ആരുടെ ഈ മതിലിനകത്ത് പടമൊക്കെ വരച്ച് വെച്ചേക്കുന്നത്? എടാ, ഇതിനകത്ത് പടം വരച്ച് വെച്ചേക്കുന്ന ആര്? ആർട്ടിസ്റ്റ് ആര്? ഇവിടെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഈ പടമൊക്കെ വരച്ചേക്കുന്നത് അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടി എന്നാണ് പറയുന്നത്. പിള്ളേർക്ക് ഇതുപോലെ കഴിവുണ്ടെങ്കിൽ മാക്സിമം നമ്മളത് ഡ്രോയിങ് ബുക്കും കളർ പെൻസിലൊക്കെ കൊടുത്ത് അവരുടെ കഴിവ് വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്.
കയറുകയാണ് നോക്കിയിട്ട് അങ്ങ് അടിച്ചു വിട്ടാൽ വേണ്ടതാ കാണിച്ചു. അല്ലെങ്കിൽ നമുക്ക് മേളിലോട്ട് പിന്നെ അടിക്കണമെങ്കിൽ പാടാം. ഈ പ്രാവ് കിടക്കുമ്പോൾ പിന്നെ മുകളിലോട്ട് അടിച്ചു എന്താ പറയുന്നത്? തിരിച്ചു വെച്ചടി അകത്ത് പോകാനോ? ഇതിനകത്ത് പോട്ട് അതായത് കിടക്കുന്നത് നല്ല പഞ്ഞിയായി. എനിക്ക് ഇതാ അല്ല അത് നമുക്ക് അടിച്ച് പൊള്ളിക്കാതെ, ഞാൻ അടിച്ച് പൊള്ളിച്ചെടുക്കാതെ. ബാക്കി ഇവിടെ തിരിഞ്ഞു പോയി അകത്ത് പോകണമായിരുന്നു. നോക്കണം ഇവിടെ ഇങ്ങനെ വെച്ചടിക്കണം, എന്നാലും ഇങ്ങനെ കെട്ടിയാൽ മതി. നമ്മുടെ പ്രാവൻകൂടിന്റെ ഫ്രണ്ട് ഡോറാണ്. എന്നിട്ട് ഇങ്ങനെ കെട്ടി ഫ്രണ്ട് ഡോർ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു സ്ലാട്ട് കയറ്റിട്ടായി ഇച്ചിരി വെട്ടവും കിട്ടും. അല്ലാതെ ഒരു സ്ലാബ് വേണമെങ്കിൽ 1.5 സ്ലാബ് നമുക്ക് കയറ്റില്ല. ഞെരുങ്ങി കയറണ്ടേ? 2 ഇടണം. 1.5 ഇട്ടാൽ ഫ്രീ ആയിട്ട് കയറും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ ഇതിന്റെ ഫിനിഷിങ് കണ്ടോ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞത് ചുമ്മാതല്ല, ഇതാണ് അതിന്റെ ഫിനിഷിങ്. ഒരു ഇതായിട്ട് കിടക്ക്. ശരി, അങ്ങ് അല്ല അത് വെച്ചങ്ങ് കൊള്ളിരത്, ഗ്യാപ്പ് പോലെ വരും. അതുകൊണ്ടാ കണ്ടോ ഇങ്ങനെ എന്നാ അങ്ങനെ അങ്ങ് അടിച്ചാൽ അത് അങ്ങനെ വരുമ്പോ ഒരു ചോറ് കിട്ടത്തില്ലേ? ചോറ് കിട്ടത്തില്ല നമുക്ക് നേരത്തെ കാപ്പി കുടിക്കാം. ബാക്ക് അടിച്ചങ്ങ് കൊള്ളി. അവിടെ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, കിട്ടുമല്ല? അടിച്ചങ്ങ് കൊള്ളിച്ചു. പിണ്ടി നോക്കി അടിച്ചങ്ങ് കൊള്ളിച്ചങ്ങ് പോകും. എന്നിട്ട് ഇവിടെ ഓഹോ ദൂരെ കളയത്. ഗൈസ് നമ്മുടെ കൂടിൻ്റെ പണി അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അവർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്.